ഹലോ ഗൈസ്, ഫിറ്റ് ബൈ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വ്ളോഗ് തുടങ്ങുന്നത് തന്നെ റാഷിദ് മക്തൂം സിറ്റി വെച്ചിട്ടാണ് കേട്ടോ. നമ്മളിവിടെ ഒരു പാസഞ്ചറെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. അങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് എയർപോർട്ടിലേക്ക് പോവാണ് ഗൈസ്. സമയം 1 മണി. ഇനിയിപ്പോൾ ഒരു 11 മണിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് ഒരു ട്രിപ്പ് എടുത്തിട്ട് വരുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ തിരക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിൽ വണ്ടി നിർത്താനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ പാസഞ്ചർ പെട്ടെന്ന് ഇറങ്ങിയ സമയത്ത് പിന്നെ എടുത്തു പോകുന്നതാണ് കേട്ടോ. അപ്പം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു ഇത്. ഈ മക്തൂം സിറ്റി എന്ന് പറയുന്നത് പിന്നെ അൽഖേൽ റോഡിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് സൈഡായിട്ട്, അതായത് അബുദാബി ഡയറക്ഷനിൽ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. മുന്നേ കാണുന്നതൊക്കെയാണ് നമ്മുടെ ഡൗൺ ടൗൺ ഏരിയ കേട്ടോ. ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ട് ബിസിനസ് ബേ, ഡൗൺ ടൗൺ ഒക്കെ ഉള്ള ബിൽഡിംഗ് ആണ് നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് കാണും. നമ്മളങ്ങനെ ഈ മക്തൂം സിറ്റിന്ന് പുറത്തേക്ക് കിടക്കാനുണ്ടാവും. ഈ റൈറ്റ് സൈഡിൽ കൂടി പാസ് ചെയ്യുന്ന റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈതാൻ സ്ട്രീറ്റ് ആണ് കേട്ടോ. മൈതാൻ സ്ട്രീറ്റ് റോഡാണ്. നമ്മളങ്ങനെ മൈതാൻ സ്ട്രീറ്റിലേക്ക് കയറാണ്. മൈതാൻ സ്ട്രീറ്റിൽ നിന്ന് ഒരു 400 മീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അൽഖേൽ റോഡിലേക്ക് എൻ്റർ ആവട്ടെ. നമ്മളങ്ങനെ അൽഖേൽ റോഡിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. നമ്മൾ ഈ മക്തൂം സിറ്റിയിലേക്ക് കയറിയത് അൽഖേൽ റോഡ് വഴി വന്നിട്ട് അവിടുന്ന് അണ്ടർപാസ് വഴി യൂട്ടേൺ അടിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറി. ഇപ്പം നമ്മൾ നേരെ അൽഖേൽ റോഡിലേക്ക് തന്നെ ഇറങ്ങി. ഇനിയിപ്പം നമുക്ക് ചെറിയൊരു ഓവർ ബ്രിഡ്ജ് കിട്ടും കേട്ടോ. ആദ്യം ആ ബ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ആയിട്ടുള്ളൂ. എന്താ പറയുക, ഏകദേശം ഒരു കൊല്ലത്തിനടുത്ത് ആവുന്നുള്ളൂ എനിക്ക് തോന്നുന്നു. അത്ര ആയിട്ടില്ല എന്ന് തോന്നുന്നു ഈ ബ്രിഡ്ജ് വന്നിട്ട്. നമ്മൾ കയറാൻ പോകുന്ന ഈ ബ്രിഡ്ജ് കണ്ടോ, അത് ഈ ബ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പുതിയ വന്ന ബ്രിഡ്ജാട്ടോ. നമ്മൾ എയർപോർട്ടിലെത്തി.
ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ നിരനിരായിട്ട് കിടക്കുന്നുണ്ടല്ലോ. ദൈവമേ, വന്നതാണോ ഇനി പോകാനുള്ളതാണോ എന്നറിയില്ല. ഇത് രണ്ട് വേണ്ട കേട്ടോ. ഒന്ന് ഡിപ്പാർച്ചറിലേക്കുള്ള, ഒന്ന് അറൈവലിലേക്കുള്ള. നമുക്ക് അറൈവലിലേക്കാണ് പോകേണ്ടത് കേട്ടോ. മുന്നേ കാണുന്ന ഈ വണ്ടി ഉണ്ടോ, ഇത് ദുബായ് ടാക്സിന്റെ ഒരു ലിമോസിനാട്ടോ. സബർബൻ ഷവർലേന്റെ വണ്ടി. സബർബൻ ചെറിയൊരു തിരക്ക് കാണുന്നുണ്ട്. പാസഞ്ചർ ഇറങ്ങുന്നുണ്ട് കേട്ടോ. വണ്ടികൾ വെയിറ്റിങ്ങിലാണ്. ഈ ഒരു സൈഡിലുള്ളതാണ് എക്കോണമി കേട്ടോ. ഇത് എക്കോണമി ക്ലാസ് ആണ്. അതിൻ്റെ അപ്പുറത്തുള്ളതാണ്, അതിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് ബിസിനസ് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സും ഒക്കെ വരുന്നത്. അതായത് ഈ അറൈവലിൽ 3 ഗേറ്റ് ഉണ്ട്. ഈ 2 ഗേറ്റ്, 1, 2, 3 ഗേറ്റിൽ എക്കോണമി ഇറങ്ങും. ലാസ്റ്റത്തെ ഗേറ്റിൽ ബിസിനസ് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സും ഇറങ്ങും കേട്ടോ. അങ്ങനെയാണ്. ഇത് ഗേറ്റ് നമ്പർ 2 ആണ്. പാസഞ്ചർ പോകുന്നുണ്ടോ ഗൈസ്? എത്ര ഇറങ്ങിയിരിക്കുന്നു. ഈ പെഡസ്ട്രിയൻ കോഴ്സ് ചെയ്ത് പോകുന്നവരൊക്കെ നേരെ കാർ പാർക്കിങ്ങിലേക്ക് പോകുന്ന കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഉള്ള ആൾക്കാർ വണ്ടി പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് വന്നതായിരിക്കും. അപ്പം നേരെ റൈറ്റ് സൈഡ് കൂടി പോകുന്നുണ്ടോ? റൈറ്റ് സൈഡ് നിങ്ങൾ കാണുന്നില്ല അല്ലേ, വണ്ടിന്റെ മറുഭാഗം കൊണ്ട് കാണാനില്ല. റൈറ്റ് സൈഡിൽ കൂടി ആൾക്കാർ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അവരൊക്കെ ഈ ടാക്സി ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. നമുക്ക് വണ്ടി കയറാനുള്ള മുന്നിൽ പോകുന്നൊരു വണ്ടിയുണ്ടോ, അത് ഇനി വരാൻ പോകുന്നൊരു ട്രെൻഡായിട്ട് മാറാൻ പോകുന്നൊരു വണ്ടിയുണ്ടോ ഗൈസ്. നമ്മൾ അടുത്ത ട്രിപ്പ് നേരെ ഷാർജയിലേക്കാണ്. ഷാർജയിൽ നിന്ന് നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോട്ടിൽ നിന്ന് നേരെ ഖുറാൻ റൗണ്ട് അബൌട്ട് ഭാഗത്തേക്കുള്ള ബ്രിഡ്ജ് കയറി ഇറങ്ങിയിട്ട് എയർപോർട്ട് റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. I'm joking.
That's why I'm asking you gathering for what? Mafi, there is no reason. Only like Why is it because I come? Anna, because before she wanted to do gathering, but she not do because I'm in Thailand. ليش ما راضية؟ الاشياء تستاهل شوفي اجتماعات. നമ്മളങ്ങനെ ഷാർജ വന്നായിരുന്നു കേട്ടോ. ഷാർജ വന്നു, പാസഞ്ചറെ ഇറക്കി. നമ്മൾ അടുത്ത പിക്കപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ചിലപ്പം പിക്കപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ തിരിച്ച് എയർപോർട്ടിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയാണ് കേട്ടോ. തൽക്കാലം ഇപ്പോൾ നമുക്ക് വാഷ്റൂമിൽ പോകേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് പെട്രോൾ പമ്പിലൊന്ന് കയറാണ്. ഇതേമാതിരി ഡ്രൈവർമാർക്ക് ഏക ആശ്വാസം ഇതേമാതിരിക്ക് തന്നെയുള്ള പെട്രോൾ പമ്പാട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ ജുമേരയാണ് ഗൈസ്. ഇവിടെ ജുമേര 1 ഒരു പാസഞ്ചറെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. ആ ഡ്രോപ്പ് ചെയ്തിട്ട് ലാമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ച് ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത് തന്നെയാണ്. നമ്മൾ നേരെ മുന്നിൽ കാണുന്നതാണ് ജുമേര മോസ്ക് കേട്ടോ. ജുമേര മോസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായിൻ്റെ തന്നെ ഒരുപാട് കൾച്ചർ പരമായിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്, മ്യൂസിയം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മോസ്കാണ് കേട്ടത്. നമ്മൾ ലാമർ എന്നുള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയാൻ പറ്റില്ല. അത് അവിടെ ഒരു നമ്മളിപ്പോൾ ലെഫ്റ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ ലാമറിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. നമ്മൾ ലെഫ്റ്റ് അല്ല കയറുന്നത്, നമ്മൾ യൂ ടേൺ അടിച്ചിട്ട് അടുത്ത സ്ഥലത്തിനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ജുമേര റോഡാണ്. ഈ സ്ട്രെയിറ്റ് റോഡ് കിങ് സൽമാൻ റോഡാണ് കേട്ടോ. അത് വലിയ പേരാണ്, എനിക്ക് ഫുള്ളായിട്ട് ഓർമ്മട്ടായിട്ടാണ് ഞാൻ ഫുൾ പേര് പറയാത്ത കേട്ടോ. ഓർമ്മ ഇല്ലായിട്ടല്ല. കിങ് സൽമാൻ ബിൻ അബുലൈസ് റോഡ്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് കയറാം ഗൈസ്. ഈ റോഡ് ബുർജുൽ അറബ്, അതേമാതിരി നേരെ മറീന, JBR അവിടെയൊക്കെ പോകുന്ന സ്ട്രെയിറ്റ് റോഡാണ് കേട്ടോ ഗൈസ്. നമ്മൾ ലാമറിൻ്റെ ഉള്ളിലേക്ക് കയറി എൻ്റെ റൗണ്ട് അബൌട്ടിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ ഇടയ്ക്കൊരു കോള് വന്നിട്ട് ഈ ഒരു ഭാഗം കാണിക്കാൻ കഴിഞ്ഞില്ല, അപ്പോഴാണ് കറങ്ങുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് റൈറ്റ് കയറി ഉള്ളോട്ട് പോവുകയാണ്. ലാമർ ഒരു നൈറ്റ് വാക്ക് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. നല്ല നൈസ് ഏരിയ ആണ്.
എന്താണെന്നറിയില്ല, ഒരു 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 പച്ചപ്പൊന്നും അങ്ങോട്ട് ഇല്ല. ഫുള്ളൊരു ഒന്നാമത് ചൂടുകൊണ്ടാണ് കേട്ടോ ഗൈസ്. ഒരു ഉണങ്ങിയ മാതിരി ഉണ്ട്. ഇനി തണുപ്പൊക്കെ ആകുമ്പോഴേക്ക് പുല്ലും പൂക്കളും ആരോ പറഞ്ഞ മാതിരി പച്ചപ്പ് ഹരിതാപമൊക്കെ വരും ഗൈസ്. നമുക്ക് ഇവിടുന്ന് ലാമർ സൗത്ത് കേട്ടോ. നമുക്ക് റൈറ്റ് കയറിയിട്ട് ഉള്ളിലേക്ക് പോകണം. എനിക്ക് തോന്നുന്ന റോവ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണെന്നാണ്. ഉള്ളിലേക്ക് കയറുകയാണ് ഗൈസ്. എൻ്റെ ഇടയ്ക്കൊരു ട്രക്ക് വന്നത് റോവല്ല കേട്ടോ. റൗണ്ട് അബൌട്ടിൽ നിന്ന് റൈറ്റ് കയറിയിട്ട് ഇതിനാണ് നാവിഗേഷനിൽ കാണിക്കുന്നത് കേട്ടോ. നമുക്ക് എടുക്കാനുള്ളത് ചൈനീസ് ഗസ്റ്റ് ആണ് ഗായ്സ്. വീട് കണ്ടോ റൈറ്റ് സൈഡിലുള്ള അതാണ് കേട്ടോ. ആക്ച്വലി ചൈനീസ് ഗസ്റ്റ് ആയിരുന്നില്ല, അറബ്സ് തന്നെ ആയിരുന്നു കേട്ടോ. അവർ പിന്നെ US പോകുന്ന വഴിയാണ്. അങ്ങനെ അവരെ ആയിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോവാണ് ഗൈസ്. അങ്ങനെ പാസഞ്ചറെ നമ്മൾ പിക്കപ്പ് ചെയ്ത് നേരെ എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ ഗൈസ്. ഗൈസ് നമ്മളെ ജോലി കഴിയാറായി. നമ്മൾ ചെറിയൊരു ട്രിപ്പ് എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ ട്രാൻസിറ്റ് പാസഞ്ചറെ കൊണ്ട് ഇറക്കാനുണ്ടായിരുന്നു കേട്ടോ. ലീ മെറിഡിയൻ ഉണ്ട് തൊട്ടടുത്ത്. പിന്നെ ട്രാൻസിറ്റ് പാസഞ്ചേഴ്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള എയർപോർട്ടിൻ്റെ അടുത്താണ് സ്റ്റേ ചെയ്യാറുള്ളത് കേട്ടോ. ട്രാൻസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു രാജ്യത്തു നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് വഴി ലോങ് ഫ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ വേറെ ഏതെങ്കിലും രാജ്യത്തു നിന്ന് ദുബായിൽ വരും. ദുബായിൽ നിന്നായിരിക്കും ഇനി അടുത്ത ഫ്ലൈറ്റ് വേറെ സ്ഥലത്തേക്ക്. അങ്ങനെ മണിക്കൂറുകളോളം ഫ്ലൈ ചെയ്തിട്ട് പോകേണ്ട രാജ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 17 മണിക്കൂറും 18 മണിക്കൂർ 20 മണിക്കൂറൊക്കെ ഫ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയുള്ള സ്റ്റേ നമ്മൾ എമിറേറ്റ്സ് തന്നെ അവരുടേതായിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള ഹോട്ടലുകളിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കും കേട്ടോ.
അങ്ങനെയുള്ളൊരു പാസഞ്ചർ ആയിരുന്നു ഇത്. അവരെ കൊണ്ടാക്കി വരികയാണ്. ഇപ്പം സമയമില്ല, ഇനിയിപ്പോൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ അക്കോമഡേഷനിലേക്ക്. അധികം ഓട്ടൊന്നും ഓടിയിട്ടില്ല കേട്ടോ ഗൈസ്. അങ്ങനെ 2-3 ട്രിപ്പ് എടുത്തിട്ടുള്ളൂ. അത്രേ ഓട്ടം ഉണ്ടായിരുന്നുള്ളൂ ആക്ച്വലി. ഫ്ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ നിർത്തിയിട്ടിങ്ങനെ വലിയ ഓട്ടം. ഒന്നാമത് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ദിവസങ്ങളിലൊക്കെ ഫ്ലൈറ്റ് കുറവായിരിക്കും. അതേമാതിരി തന്നെ വർക്കും കുറവാണ് ഉണ്ടാവാറുള്ളത്. ഞാൻ പെട്ടെന്നാ തോന്നുന്നു തിങ്കളാഴ്ചത്തെ ഒരു തിരക്ക്, അതായത് വർക്കിംഗ് ഡേയ്സിൽ ഉണ്ടാകുന്ന തിരക്കാണ് ആ വണ്ടിൻ്റെ ഈ നീണ്ട ക്യൂട്ടോ. എല്ലാവരും ഓഫീസിലേക്കൊക്കെ പോകുന്ന വഴിയാണ്, ജോലിക്ക് ഇറങ്ങുന്ന സമയമാണല്ലോ, 8:30 മണിയായി. അതിൻ്റെ ഒരു നീണ്ട ക്യൂ ആണ് ഗൈസ് ഇവിടെ കാണുന്നത്. ഈ ട്രാഫിക് അതുകൊണ്ടാണ്. മിക്കവാറും ഞാൻ ഇന്ന് ലേറ്റ് ആവാനുള്ള സാധ്യത. ലേറ്റ് മീൻസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കാണുന്നുണ്ട്. ആവുന്നുണ്ട്, ചിലപ്പം കഴിച്ചില്ലാവും. മുന്നിൽ കാണുന്ന ഈ വണ്ടി ഉണ്ടോ ഗൈസ്, മാക്സിസ് എന്ന് പറയുന്ന ഒരു ചൈന ബിൽഡ് വണ്ടിയാണ് കേട്ടോ. അതേമാതിരി ഒരുപാട് വണ്ടികളുണ്ട് 4x4. ചൈനക്കാരിങ്ങനെ ഉറഞ്ഞു തുള്ളാണ് ഗൈസ്. റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് ഗൈസ്. റെസ്റ്റോറൻറ്റ് നമ്മുടെ ഡിപ്പോൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഇത് കാറിൻ്റെ ഒക്കെ എക്സോസ്റ്റ് ഒക്കെ ബിൽഡ് ചെയ്യുന്നൊക്കെ ഒരു ഏരിയ ആണ് എക്സോസ്റ്റ്. അതേമാതിരി ഗ്യാരേജ്, സ്പെയർ പാർട്സ്, അങ്ങനെയൊക്കെയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. റെസ്റ്റോറൻറ്റ് റൈറ്റ് സൈഡിലാണ്. പാർക്കിംഗ് എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കണം. പാർക്കിംഗ് ഇഷ്യൂ ആണ് ഗൈസ്. ഒന്നാമത് ഈ സമയം ആയതുകൊണ്ട് തന്നെ പാർക്കിംഗ് ലേശം ബുദ്ധിമുട്ടായിരിക്കും. റിസൾട്ട് ചെയ്യരുത്. ഞങ്ങളങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് പോവുകയാണ് ഗൈസ്. ഈ കിളവന്മാരൊക്കെ ബാക്കിൽ എന്തെല്ലോ പറഞ്ഞിരിക്കുകയാണ്. കിളവന്മാരൊക്കെ എന്താണെന്നുള്ളത് അറിയില്ല. പച്ചോല ഇരിക്കണ്ട, നാളെ പഴുക്കും ഇനി.